എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് പതിവ് പോലെ തന്നെ യൂട്യൂബേഴ്സിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ വീഡിയോ യൂട്യൂബിൽ ചെയ്യുന്ന ആളുകൾക്ക്, കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള വീഡിയോയാണ്. അപ്പൊ ഈ പുതിയതായിട്ട് യൂട്യൂബിൽ വരുന്ന ആളുകൾ കൂടുതലും ടെക് ചാനലുകൾ ആ യൂട്യൂബിൽ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ചാനൽ തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോ ഇടുന്ന സമയത്ത് കാണാറുണ്ട്. ഞാനൊക്കെ അങ്ങനെ കണ്ടിട്ടുള്ള ആള് തന്നെയാണ്. ഇനി അതല്ല എങ്കിൽ നമുക്ക് യൂട്യൂബിനെ പറ്റിയുള്ള കാര്യങ്ങൾ അത് അറിയാൻ വേണ്ടി അറിയാവുന്ന ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കാറുണ്ട്. ഇതിന്റെ സെറ്റിങ്സ് എങ്ങനെയാണ്, കാര്യങ്ങൾ, വീഡിയോ എങ്ങനെയാണ് ഇടേണ്ടത്, അപ്ലോഡ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, സമയം എങ്ങനെയാണ്, എത്ര വീഡിയോ ഇടണം, അങ്ങനെയുള്ള പല പല കാര്യങ്ങൾ, പല സംശയങ്ങളായിരിക്കും, ഒരുപാട് സംശയങ്ങളായിരിക്കും നമ്മൾ യൂട്യൂബിലേക്ക് വരുന്ന സമയത്ത്. അപ്പൊ ഈ ടെക് ചാനലുകൾ നടത്തുന്ന എല്ലാ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള ആളുകളും ഒരേ സ്വരത്തിൽ പറഞ്ഞൊരു കാര്യമാണ് കൺസിസ്റ്റൻസി പാലിക്കുക, വീഡിയോ യൂട്യൂബിൽ സ്ഥിരമായിട്ട് ഇടുക എന്നുള്ളത്. അങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഗുണം എന്താണെന്ന് വെച്ചാൽ യൂട്യൂബ് നമ്മളെ പ്രൊമോട്ട് ചെയ്യും, നമ്മുടെ ചാനൽ പ്രൊമോട്ട് ചെയ്യും, വീഡിയോ റെക്കമെൻഡ് ചെയ്യും. അപ്പൊ നമുക്ക് യൂട്യൂബിൽ വിജയിക്കാൻ പറ്റും. ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ നമുക്ക് നമ്മുടെ ചാനലിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. അപ്പൊ ഒരു ചോദ്യം, കോൺസിസ്റ്റൻസി പാലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ വിജയിക്കുമോ? ചാനൽ മോണിറ്റൈസ് ആവോ? നമുക്ക് യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും ഒരു റവന്യൂ കിട്ടുമോ? സ്ഥിരമായിട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ വിജയിക്കുമോ? അങ്ങനെയാണെങ്കിൽ 600, 700, 800 വീഡിയോ ഇട്ടിട്ടും യൂട്യൂബിൽ വിജയിക്കാൻ പറ്റാത്ത, അതായത് മോണിറ്റൈസ് ആവാത്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ വീഡിയോ ഒരുപാട് ഇടുന്നതിലാണോ വിജയം? വീഡിയോ ഒരുപാട് ഇട്ടത് കൊണ്ട് നമ്മൾ രക്ഷപ്പെടുമോ? പലരുടെയും ഒരു തെറ്റിദ്ധാരണയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എന്നാ സ്ഥിരമായിട്ട് വീഡിയോ ഇടാം, ഡെയിലി ഒരു 5-6 വീഡിയോ ഇട്ടേക്കാം, എന്നിട്ട് കാക്ക പറക്കുന്നതും കോഴി തീറ്റ തിന്നുന്നതും, ഇനി അതല്ല ജോലിക്ക് പോകുമ്പോൾ ബസ്സിലിരുന്ന് കുറെ വീഡിയോകള്, അപ്പൊ അങ്ങനെയൊക്കെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ കോൺസിസ്റ്റൻസി പാലിക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ ആളുകൾ ഇഷ്ടപ്പെടണമെന്നുണ്ട്. ആളുകൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ നമ്മുടെ ചാനല് ഈ പറഞ്ഞതുപോലെ തന്നെ വിജയിക്കുള്ളൂ. ഡെയിലി 10 വീഡിയോ ഇട്ടാലൊന്നും കോൺസിസ്റ്റൻസി പാലിക്കുന്നുണ്ട്, ഞാൻ സ്ഥിരമായിട്ട് വീഡിയോ ഇടുന്നുണ്ട്, അപ്പൊ അതുകൊണ്ട് യൂട്യൂബ് നമ്മളെ അങ്ങ് പൊക്കി നമ്മുടെ ചാനല് വൻ വിജയമായി തീരും എന്നുള്ള തെറ്റിദ്ധാരണകളൊന്നും വേണ്ട. നമ്മൾ ഇടുന്ന ഒരു വീഡിയോ 2 മിനിറ്റുള്ള വീഡിയോ, അതിൽ 1 മിനിറ്റ് എങ്കിലും ആളുകൾ നമ്മുടെ വീഡിയോ കണ്ടാൽ നമ്മൾ വിജയിച്ചു. നേരെ മറിച്ച് കോൺസിസ്റ്റൻസി പാലിക്കാൻ വേണ്ടി നമ്മൾ കുറെ വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്തു, തമ്പനയിൽ കണ്ടിട്ടോ അല്ലാതെയോ ആളുകൾ നമ്മുടെ വീഡിയോയിൽ ടച്ച് ചെയ്തു, അത് കാണുമ്പോൾ തന്നെ ആളുകൾ അപ്പൊ തന്നെ ബാക്ക് അടിച്ചു പോകും. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ, കോൺസിസ്റ്റൻസി പാലിക്കുന്നതിന് കൊണ്ട് യാതൊരു പ്രയോജനമില്ല എന്ന് മാത്രമല്ല, ഗുണത്തേക്കാളേറെ നമ്മുടെ ചാനലിൽ ദോഷമാണ് അത് ഭവിക്കുന്നത്. ദോഷമായി തീരും നമ്മുടെ ചാനലിനത്. അപ്പൊ അതുകൊണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നല്ല നല്ല വീഡിയോകൾ ആളുകൾ കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും. അല്ലെങ്കിൽ ആളുകളെ, നമ്മുടെ ഒരു വീഡിയോ നമുക്ക് കണ്ടാൽ ഇഷ്ടപ്പെടുവില്ല നമുക്കറിയാമല്ലോ, ഇത് നല്ലൊരു വീഡിയോ ആണ്, ഇത് കുഴപ്പമില്ല, ഇത് ആളുകൾക്ക് ഇഷ്ടപ്പെടും. അങ്ങനെയുള്ള വീഡിയോകൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ കോൺസിസ്റ്റൻസി പാലിച്ചുകൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിന് അത് വിജയമായിരിക്കും. അല്ലാതെ നമ്മള് കാണുന്നതും കേൾക്കുന്നതും വലിച്ചു വാരി കുറെ വീഡിയോകൾ ചുമ്മാ നടക്കുന്നതും ക്യാമറ ഷേക്ക് ചെയ്തെടുക്കുന്ന വീഡിയോകളും വീട്ടിലെ ചെടികളും ചെടിയിൽ പൂവ് നിൽക്കുന്നതും ഇതെല്ലാം ഡെയിലി ഇട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കോൺസിസ്റ്റൻസി പാലിക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ ചാനൽ ഒരിക്കലും വിജയിക്കാൻ പോകുന്നില്ല. നമ്മുടെ വീഡിയോ ആളുകൾ കാണണം, ഇഷ്ടപ്പെടണം എന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു മിനിറ്റുള്ള വീഡിയോ, 1 മിനിറ്റുള്ള വീഡിയോ ആണെങ്കിൽ അതിന്റെ ഒരു പകുതി, ഒരു 30 സെക്കൻഡ് എങ്കിലും ആളുകൾ കാണുന്നതായിരിക്കണം. 5 മിനിറ്റുള്ള വീഡിയോ ആണെങ്കിൽ മാക്സിമം ഒരു 2.5 മിനിറ്റ് എങ്കിലും ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കണം. ആളുകൾ നമ്മുടെ ചാനലിലേക്ക് കയറി നമ്മുടെ വീഡിയോ ഒന്ന് നോക്കി അപ്പൊ തന്നെ ഇറങ്ങി തിരിച്ചു പോയി കഴിയുമ്പോൾ നമ്മുടെ ചാനല് പിന്നെ ആ ഒരു വീഡിയോ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യില്ല, നമ്മുടെ ചാനലിലോട്ട് വളരാനും പോണില്ല. അപ്പൊ സ്ഥിരമായിട്ട് അങ്ങനത്തെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? നമ്മുടെ വീഡിയോകൾ പിന്നെ ഏതെങ്കിലും മൂലയിൽ കിടക്കും. നമ്മൾ ആഴ്ചയിൽ ഒരു വീഡിയോ ഇടണുള്ളെങ്കിലും ആ ഒരു വീഡിയോയിലേക്ക് നമുക്ക് വ്യൂ കൊണ്ടുവരാൻ പറ്റണം. 10 പേര് കാണുമ്പോഴാണ് യൂട്യൂബ് അത് 20 പേരിലേക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. ഈ 10 പേര് നമ്മുടെ ചാനലിലേക്ക് കയറി ആ വീഡിയോയുടെ തുടക്കം ഒന്ന് കണ്ട് അപ്പം തന്നെ ഇറങ്ങി പോവുകയാണെങ്കിൽ പിന്നെ യൂട്യൂബ് അത് റെക്കമെൻഡ് ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മൾ കോൺസിസ്റ്റൻസി പാലിക്കാൻ വേണ്ടി ഒരുപാട് ചവറ് കണക്കിന് വീഡിയോ ഇട്ടതുകൊണ്ട് യാതൊരു കാര്യമില്ല. ഇപ്പൊ അങ്ങനത്തെ ഒരുപാട് ചാനലുകളുണ്ട്, ഒരുപാട് നല്ല ആളുകൾ, നല്ല വീഡിയോ ചെയ്യുന്ന ആളുകളുണ്ട്. അല്ലാതെ ഈ പറഞ്ഞതുപോലെ തന്നെ വെറുതെ ക്യാമറ ഓൺ ചെയ്ത് അതിന്റെ മുമ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, തുള്ളുക, ചാടുക,
ഇങ്ങനെയുള്ള ഇവര് ഡെയിലി വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ. ഇവര് ഡെയിലി വീഡിയോ ഇടുന്നുണ്ട്. ഇവര് കോൺസിസ്റ്റൻസി പാലിക്കാൻ വേണ്ടി, യൂട്യൂബിൽ വളരാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ വീഡിയോകൾ നമ്മൾ തന്നെ വിലയിരുത്തുക. നമ്മുടെ വീഡിയോകൾ ആളുകൾ ഇഷ്ടപ്പെടുന്നതാണോ, നമ്മൾ ഇടുന്ന വീഡിയോയുടെ ടൈമിനനുസരിച്ച് കുറച്ച് സമയമെങ്കിലും ആളുകളെ എൻഗേജ് ആക്കാൻ പറ്റുന്ന വീഡിയോകളാണോ നമ്മൾ ഇടുന്നത് എന്നൊക്കെ. 1 മിനിറ്റുള്ള വീഡിയോ ഇട്ടാൽ മതി, അതിൽ 30 സെക്കൻഡ് ആളുകൾ കണ്ടാൽ രക്ഷപ്പെട്ടു. നേരെ മറിച്ച് 1 മിനിറ്റുള്ള വീഡിയോ ഇട്ടിട്ട് 1 സെക്കൻഡ് പോലും ആരും കാണുന്നില്ല എങ്കിൽ, കയറി അപ്പം തന്നെ ഇറങ്ങി പോവുകയാണെങ്കിൽ, പിന്നെ നമ്മൾ ആ വീഡിയോ കൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനമോ കാര്യങ്ങളോ ഇല്ല. അപ്പോൾ ഞാനിത് പറയാൻ കാരണം, ഇപ്പോൾ എല്ലാ ടെക് ചാനലിലും പറയുന്നുണ്ട് കോൺസിസ്റ്റൻസി പാലിക്കുക, കോൺസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇടുക എന്നുള്ളൊരു കാര്യം. അപ്പൊ അത് കേട്ടിട്ട് പുതിയ യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ പുതിയതായിട്ട് വരുന്ന ആളുകൾ തെറ്റിദ്ധരിച്ചുകൊണ്ട് ഡെയിലി കുറെ വീഡിയോകൾ ഇടരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഇടുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീഡിയോയെ കുറിച്ച് നിങ്ങൾക്ക് തന്നെ ഒരു മതിപ്പുണ്ടാവണം. ഇടുന്ന വീഡിയോകൾ ഒക്കെയാണ്. ഇപ്പോ ട്രെൻഡിങ് ആയിട്ടുള്ള വീഡിയോകളുണ്ട്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ആ ഒരു സംഭവങ്ങൾ. പിന്നൊരു കാര്യം, എന്തെങ്കിലും ഒരു കാര്യം നടന്നു, അത് ട്രെൻഡിങ് ആയി, അത് ട്രെൻഡിങ് വീഡിയോ ആണ്. അതിപ്പോ നമ്മൾ ഇട്ടു വയനാട് ദുരന്തം. അത് കുറെ ആളുകൾ വയനാട് ദുരന്തം അത് ഇട്ടു. ഡെയിലി എന്നും അത് തന്നെ ഇട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആളുകൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ട്രെൻഡിങ് വീഡിയോ മാത്രം ഇടുന്ന ആളുകളുണ്ട്. അവർക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുമായിരിക്കും. ഒരാഴ്ച കഴിയുമ്പോൾ ആ വീഡിയോയുടെ പരിപാടി കഴിഞ്ഞു, പിന്നെ ആരും അത് കാണണമെന്നില്ല. അപ്പൊ നമ്മള് വീഡിയോ ഇടുന്നത് എന്നും 1 മാസം കഴിഞ്ഞാൽ 2 മാസം കഴിഞ്ഞാലും ആളുകൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുന്നതും, അല്ലെങ്കിൽ ആളുകളെ അട്രാക്ട് ചെയ്യുന്നതുമായ, ആളുകൾക്ക് ഗുണം ചെയ്യുന്നതുമായ, എപ്പോൾ കണ്ടാലും ഇഷ്ടപ്പെടുന്നതുമായ തരത്തിലുള്ള വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. കോൺസിസ്റ്റൻസി പാലിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഈ കോൺസിസ്റ്റൻസി പാലിക്കുമ്പോൾ ആ ഇടുന്ന വീഡിയോകൾ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നതാണ്. നമ്മുടെ ചാനലിന് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുന്ന വീഡിയോകൾ ഇടാതിരിക്കുക. അതിന് ഭേദം അങ്ങനെയാണെങ്കിൽ വീഡിയോ ഇടാതിരിക്കുന്നതാണ് നല്ലത്. അപ്പൊ ചാനലിന് വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ താഴത്തേക്ക് പോകും. അപ്പോൾ പുതിയതായിട്ട് വരുന്ന യൂട്യൂബേഴ്സ് ഈ കോൺസിസ്റ്റൻസി എന്ന വാക്ക് കേട്ടിട്ട് ഡെയിലി 3-4 വീഡിയോകൾ വലിച്ചുമാരി ഇടാതെ ആഴ്ചയിൽ 2-3 വീഡിയോ ഇട്ടാലും അത് നമ്മുടെ ചാനലിന്റെ വളർച്ചയ്ക്ക് ഉതകുന്ന തരത്തിലുള്ള വീഡിയോകൾ ഇടാൻ ശ്രമിക്കുക.